നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്. ഇന്ന് ഏപ്രിൽ 30. ഞങ്ങളിന്ന് ഗവേഷണപരമായി വളരെ പ്രധാനപ്പെട്ട ഇന്ന് ഭാരതം ലോകം മുഴുവൻ അനുഭവിക്കുന്നതും ഭാരതത്തിലെ കുട്ടികളിൽ 100 കുട്ടികളിൽ 43 കുട്ടികൾ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം കുട്ടികളായാണ് ജനിക്കുന്നതെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. 57 കുട്ടികൾ മാത്രമാണ് ഭാരതത്തിൽ ആരോഗ്യവാന്മാരായി ജനിക്കുന്നത്. ഇതിൽ ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെ ഈ ഓട്ടിസം സ്പെക്ട്രം ഞങ്ങൾ 5 തരമായി വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകടകരമാണ് കണ്ണിൻ്റെ ഭ്രമണം തെറ്റിയ, ഐ പാറ്റേൺ തെറ്റിയ. വലത്തോട്ട് നോക്കിയാൽ നമ്മൾ ആ കുട്ടികൾ ഇടത്തോട്ടാണ് നോക്കുന്നതെന്ന് തോന്നും. അവർക്ക് നേരിട്ട് ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓട്ടിസം സ്പെക്ട്രം കുട്ടികളിൽ മസ്തിഷ്കത്തിൻ്റെ ന്യൂറോജെനറ്റിക് ഡിസോർഡറായാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പക്ഷേ ഇത് 12 വയസ്സ് വരെ പരിപൂർണമായി ഭേദമാക്കാമെന്നും 18 വയസ്സിനുള്ളിൽ 50-60% വരെ ഭേദമാക്കാമെന്നും ശാസ്ത്ര ഗവേഷകരായ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനം ഭക്ഷണം തന്നെയാണ്. ഓട്ടിസം കുട്ടികൾ ആദ്യം കഴിക്കേണ്ടത് പെരിഡോക്സിൻ റിച്ച് ആയ ഭക്ഷണങ്ങളാണ്. ഒപ്പം നാടൻ മഞ്ഞൾപ്പൊടിയും, ഒപ്പം ചക്കരക്കിഴങ്ങ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും, സ്പൈസസ് അഥവാ സുഗന്ധവ്യഞ്ജനങ്ങൾ ധാരാളവും, ഒപ്പം മുതിരയും ചെറുപയർ മുളപ്പിച്ചതും. മസ്തിഷ്കത്തിലെ പുതിയ കോശങ്ങൾ ഉണ്ടാവാൻ റാഗിക്കും മുതിരയ്ക്കും പ്രത്യേക കഴിവുണ്ടെന്ന ഗവേഷകനായ ഞാനടക്കമുള്ള ഗവേഷണ വിഭാഗത്തിൻ്റെ ആ പ്രത്യേക റിസർച്ച് വിഭാഗം കണ്ടെത്തിക്കഴിഞ്ഞു. ഒപ്പം ചെറുപയർ മുളപ്പിച്ചത് കഴിച്ചാൽ നിങ്ങൾക്ക് ലെസിത്തിൻ ധാരാളം ലഭിക്കും. ഈ ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സിലെ 6ാമത്തെ അംഗമായ B6 പെരിഡോക്സിനാണ്. ഒപ്പം omega-3, വൈറ്റമിൻ ഇ, റിബോഫ്ലാവിൻ, അല്പസ്വല്പം തിയാമിൻ, അല്പസ്വല്പം മൾട്ടി മിനറൽസ്, മാഗ്നീഷ്യം, സിങ്ക് അടങ്ങിയ മൂലകങ്ങൾ, അയഡിൻ. മസ്തിഷ്കത്തിൻ്റെ വളർച്ചയ്ക്ക് അയഡിൻ എന്ന ധാതു വളരെ പ്രധാനമാണ്. ഈ അയഡിനും സെലീനിയവും കൂടി കുറച്ച് കൊടുത്താൽ, ചുരുക്കം പറഞ്ഞാൽ 11 വിറ്റാമിനുകളും 8 മൂലകങ്ങളും അതിൽ പെരിഡോക്സിൻ ധാരാളവും കൊടുത്താൽ തീർച്ചയായും ഓട്ടിസം കുട്ടികൾക്ക് പുതിയ ഒരു പുനർജീവനം, ഒരു ഉണർവ് കിട്ടും എന്ന കാര്യത്തിൽ ഗവേഷകരായ ഞങ്ങൾക്ക് സംശയമില്ല. ഭാരതത്തിലെ ഓരോ അമ്മമാരും ഇന്ന് സ്പെഷ്യൽ സ്കൂളിലും അതാത് പ്രത്യേക സ്കൂളുകളിലും ട്രെയിനിങ്ങുകളിലുമാണ് ഈ കുട്ടികളെ അയക്കുന്നത്. അതല്ല വേണ്ടത്. അവർക്ക് വിദഗ്ധ ചികിത്സകരായി ശാസ്ത്ര ഗവേഷക സ്ഥാപനങ്ങളെ സമീപിക്കുകയും ഈ ഓട്ടിസം റിസർച്ച് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് ഭാരതത്തിലുണ്ട്. അതിലൊന്നാണ് ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ, AIMRC, മംഗലാംകുന്ന്, പാലക്കാട്. ആരോഗ്യ റിസർച്ച് @gmail.com, www.worldrehabilitationorganization.com, 8089527350. നിങ്ങൾ തീർച്ചയായും ഗർഭം ധരിക്കുമ്പോൾ നിയാസിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ഫോളിക് ആസിഡ് നല്ല അളവിൽ കഴിക്കുക, അയൺ ഗുളികകൾ കഴിക്കുക, B12 കൊബാലമിൻ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക, വൈറ്റമിൻ ഡി ഉറപ്പുവരുത്തുക, ധാതുക്കൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അമ്മമാർ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആരോഗ്യവാനത്തോടുകൂടി അമ്മമാർ 9 മാസം ഗർഭം ചുമന്നാൽ, കൺസീവായാൽ തീർച്ചയായും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ജനിതക രോഗങ്ങളെ, അപൂർവ രോഗങ്ങളെ, ബർത്ത് ഡിഫക്റ്റിനെ തുരത്താമെന്നാണ് ഗവേഷകരായ ഞങ്ങളുടെ കണ്ടെത്തൽ. താങ്ക് യു. ഒരു ഇൻഫോർമേഷൻ മാത്രം. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ലോകസമസ്ത സുഖിനോ ഭവന്തു. ഹാവ് നോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, ഫോർ പബ്ലിക് യൂട്ടിലിറ്റി ഓൺലി. താങ്ക് യു.